Okay, students. ഡിയർ ഫ്രണ്ട്സ്, ഈ തങ്കക്കുടത്തിന് അറിയാൻ മേലാത്ത ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ. അതൊക്കെ നമ്മൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ, റൈറ്റ്? യെസ്. കുഞ്ഞാടുകളെ ഒന്ന് മാറിക്കേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സോസമ്മോ, ഓ ഒന്ന് നോക്കിയടി, എന്നതാണ് ഇതേ പറയുന്നേ? ഒയ്യോ, ഇത് നമ്മുടെ പെറ്റിക്കോട്ട് സർക്കുലർ അല്ലയോ? ആന്നേ, നീ അതൊന്ന് വായിച്ചേ. വള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും വിടരുത്. Okay. All students of this institution are mandatorily required to wear a petticoat while inside the campus. ഇനി തർജമാ എന്ന് വെച്ചാ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ വരുമ്പോ പെറ്റിക്കോട്ട് ധരിച്ചിരിക്കണം. എന്നതാടി ഈ പെറ്റിക്കോട്ട്? നമ്മുടെ ചേട്ടൻ അറിയണ്ടായോ? എന്റെ അന്നമ്മോ, അത് നമ്മുടെ ഷെമ്മീസ്. അതാണ്. നിക്കൊരു സംശയം, ആ സാധനം പെമ്പിള്ളേര് മാത്രം ഇട്ടാ മതി എന്നാണോ പറഞ്ഞേക്കണേ? അയ്യോ അല്ല, all students എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാ എല്ലാരും. ഓഹോ, അയ്യോ ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. എന്റെ മാതാവേ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. ഏയ്, ദിസ് ഇസ് ടു മച്ച്. ഈ സർക്കുലർ പഴയതാ, ബോയ്സ് ഇവിടെ ഇല്ലാത്ത കാലത്തെ. അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ? ഈ സർക്കുലർ പിൻവലിച്ചിട്ടില്ല, അമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പോ മോളെ ദിനേശി, നീ എന്റെ കയ്യിന്ന് വാങ്ങിക്കുവേ. ദിസ് ഇസ് റാഗിംഗ്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. നീ പോയി ഒലത്തടി. മുത്തേ, ഇതങ്ങടെ ഇട്ടേക്ക്. വെറുതെ നിയമം ലംഘിക്കണ്ട. കൊള്ളാലോ. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. പണി പാളി. നന്ദന പെറ്റിക്കൊട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? മോളിട്ടിട്ടുണ്ടോ? സൂസന്റെ പെറ്റിക്കോട്ട് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ ഓടിയാലോ? ആ ചേട്ടനൊന്ന് കാണട്ടെ. അല്ല, ചേട്ടൻ മാത്രം പെറ്റിക്കോട്ടിട്ട പേര് നിങ്ങളുടെ കാര്യം ആരും നോക്കും? തന്നെയാ ഇങ്ങനെ. അന്നമ്മേ, നിന്നെ എനിക്ക് വിശ്വാസമാ. വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇതിട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. ഞാൻ ഇതിടാൻ പോവാണ്. ഓക്കെ, എല്ലാരും നോക്കിക്കോളൂ, കണി റെഡിയാണ്. ശരി ശരി ശരി, അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഈ നിയമം പാലിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇനി നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുന്നു. ചേട്ടൻ ഡ്രസ് മാറി വീണ്ടും സുന്ദരനായിക്കോട്ടെ. നിക്ക്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോവാ. പണി പിന്നെയും പാളി. ഹായ് ഗേൾസ്, ദീൻ തരികടതോ. കുട്ടികളെ, മോളുടെ പെറ്റിക്കോട്ട് ഇതുപോലാണോ? അയ്യോ, നാണം വന്നു. വഴി മാറടി. പോട്ടെ. നിക്കൂ. പോരെ. ഒന്നുകൂടെ പ്ലീസ്. നിനക്ക് മതിയായില്ലടി. ശ്യാമിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മാം. ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കിയത് ആനും കൂട്ടുക. ഈ സർക്കുലർ കൊണ്ടുപോയി ശ്യാമിന് കൊടുക്ക്. എന്നിട്ട് ഡ്രസ്സ് മാറി എന്നെ വന്ന് കാണാൻ പറ. എന്റെ മാതാവേ, ഇനി എന്തെല്ലാം കാണണം. പ്രിൻസിപ്പൽ ടീച്ചർ അവിടെ കുത്തിയിരിക്കുക. ആ ചെറുക്കൻ എന്റെ ക്യാൻറ്റീനിൽ ഇരുന്ന് ഫാഷൻ ടി വി കളിക്കണു. ഒന്ന് വന്നാ ചാനൽ ഒന്ന് മാറ്റ്. ആഹാ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കല്ലേ? അല്ല ടീച്ചറെ, ഈ സൈസ് ഇത് ഒന്നേ ഉള്ളോ അതോ ഇനി കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട. മറിയപ്പോ, എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ കണ്ടില്ലല്ലോ, ഉഗ്രേഷോയെ ഇപ്പൊ തീരും.
ഇനി ഞാൻ എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും? ഞാൻ ലീവ് എടുക്ക. അഞ്ജലി, നല്ല പഴുക്കാ ചോറിലുകൊണ്ട് 10 പെട ചന്തിക്ക് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? ആ തലതെറിച്ച പെണ്ണിന് ആൻ മാത്യൂസിന്. അല്ല, എനിക്കാ. എന്നാലേ പുലിവാല് പിടിക്കണ ഈ സ്വഭാവം മാറൂ. ഇതിപ്പോ ആ വിവരം കേട്ട പേരൻസ് അറിഞ്ഞ എല്ലാം കൂടി കയറും പിടിച്ചു വരും. നീ ഇത് കൊളമാക്കാതെ വിടില്ല. PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാ രക്ഷിതാവായിട്ടാണ്. കൺമുമ്പിൽ ഇത്രയും വലിയ അഴിഞ്ഞാട്ടുണ്ടായിട്ടും മാഡം എന്ത് ആക്ഷൻ എടുത്തു? ദിസ് ഈസ് അവർ കളക്ടീവ് കൺസേൺ. മുമ്പ് പഠിച്ച കോളേജിൽ 3 കൊല്ലം കൊണ്ട് 9 സസ്പെൻഷൻ, 7 പോലീസ് കേസ്. ഇത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ളൊരു പയ്യനെ ഇവിടെ ചേർത്തത് തന്നെ ഞങ്ങൾക്കിട്ടൊരു പണി തരാനല്ലേ ടീച്ചറേ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടുകാന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ സമ്മതിച്ചു. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാ ഇവിടെ നടന്നത്. ആയിക്കോട്ടെ, എടുത്തുകളയാം. എന്തായി? സസ്പെൻഷൻ ഉറപ്പായി. കുട്ടിയെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞുവെച്ച് ബലം പ്രയോഗിച്ച് പെറ്റിക്കോട്ട് ധരിപ്പിക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ മത്തായിച്ച, റാഗിംഗ്. ഇതാ മോളുടെ സസ്പെൻഷൻ. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് ക്യാമ്പസിലിറങ്ങുക, അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറുക. ദാ മോന്റെ സസ്പെൻഷൻ. രണ്ടാളും 15 ദിവസം വീട്ടിൽ പോയിരിക്കും. എൻക്വയറി കഴിയട്ടെ. തീർന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാഗിംഗ് നടന്നാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് പ്രിൻസിപ്പലിന്റെ ബാധ്യതയാ. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ? ദാ ശ്യാം ഒരു കംപ്ലൈന്റ് എഴുതി തന്നോളൂ. നടപടികളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഏയ് നോ മാം, ഞാനിതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഈ അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അതത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കുടുംബത്തിൽ പറഞ്ഞൊരു പെങ്കൊച്ചിന്. അതൊന്നും എന്റെ കൺസേൺ അല്ല. യു ഗിവ് മീ ദ കംപ്ലൈന്റ്. ഇല്ല മാം, ഐ എം സോറി. ഡി അവിടെ നിക്കടി. എടി പൊട്ടിക്കാളി, നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഞാനത് എഴുതി കൊടുക്കാതിരുന്നത്. ഇതുപോലൊരു നെത്തോലി പെണ്ണ് എന്നെ റാഗ് ചെയ്തു പുറത്തറിഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ മച്ചു സമ്മതിച്ചേ എന്റെ റാഗിങ് ഏറ്റൂന്ന്. ബാബാ നടക്കടി. എന്റെ പൊന്ന് ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഈ സാധനം അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായതാണോ? പൊന്നാശാനെ വിട്ടേക്ക്. ഒന്ന് മാറിക്കോ വെച്ചേ. മോളും കൊള്ളാം, തന്തയും കൊള്ളാം. നീ എന്നെ കാണാൻ നിക്കാടി, ക്ലാസ്സിൽ പോടി. നന്ദു, 15 ദിവസം കഴിഞ്ഞു കാണാം, വിളിക്കണേ. ഒറ്റ മോനല്ലേ നീ, വെറുതെ ആ ടീച്ചറമ്മയെ കരയിപ്പിക്കാൻ നിക്കണ്ട. കോളേജിന്റെ പുറത്തെ മുട്ടി നിക്കാൻ പറ്റില്ല നിനക്ക്. മോൻ മുള്ളിപ്പോവും. 3 ബാക്കി ഈ പോയ ഒന്നല്ലേ ഉള്ളൂ. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അമ്മാവൻ പോ. ഒരു തുരുമ്പ് കഷ്ണം നടന്നുപോയി. ഹായ്, പാത്രം കൊണ്ട് പൂക്കളം. ഞാൻ ആദ്യമായിട്ട് കാണാ. ടീച്ചർ സൈലൻസ്. ആന്റി എന്താ ഉണ്ടായേ? അവൻ വീട്ടിലും തുടങ്ങിയോ ആക്രമണം? എന്താ ഞാൻ അറിഞ്ഞ പൊട്ടില്ലേ? അബദ്ധം പറ്റിയത് എനിക്കാ. അവന് ഇഷ്ടമുള്ളിടത്ത് അവൻ പഠിച്ചോട്ടെ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ആ കോളേജിൽ വേണ്ട. അയ്യോ, അത്രക്ക് കടുത്ത തീരുമാനമൊന്നും വേണ്ട. അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞങ്ങളൊക്കെ അല്ലേ. അപ്പൊ കുറച്ച് ഉത്തരവാദിത്തം ഞങ്ങൾക്കും ഉണ്ട്. എവിടെ അവൻ? വിളിക്കൂ, ഞാൻ ശാസിക്കട്ടെ. എടാ ശ്യാം. പപ്പ, നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. ശാസിക്കാനല്ല അഭിനന്ദിക്കാനാ വന്നതെന്ന് എനിക്കറിയാം. ഇതാരാ? ഒരു പുതിയ കുഞ്ഞാട്. നമസ്കാരം ആന്റി, ഞാൻ രഞ്ജിത്ത്, ശ്യാമിന്റെ ഫ്രണ്ടാ. ഡിവാൾഡിയുടെ ഒഫീഷ്യൽ ഡിസൈനറാ. കൊള്ളാം, കുരുത്തക്കേട് പഠിക്കാൻ പറ്റിയ സ്കൂളാ. എന്റെ ശരിക്കുള്ള കമ്പനി ബോംബെയിലാ. ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാ. ഇത് വളരെ ഓൾഡ് ഫാഷൻ അല്ലേ? ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞില്ലടാ. അവിടെ ചെന്ന് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പ് വാങ്ങിച്ചില്ലേ സസ്പെൻഷൻ.
ഒരു 10-35 പ്രേമം, 4 ചെറിയ ചെറിയ പീഡനങ്ങൾ, ഇത്രയൊക്കെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് തെറ്റാടാ. ഇതിന്റെ പേര് നിന്നെ ഡിസ്മിസ് ചെയ്താലും ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു. ഒരു ബീക്കിരി പെണ്ണായിട്ട് ഗുസ്തി പിടിച്ചേന്. അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എപ്പ വാരിയിൽ ഒടിഞ്ഞെന്ന് ചോദിച്ചാ മതി. അത് ശരി, അടി കൊടുക്കാനല്ലേ പറ്റാതുള്ളൂ. വിളി, അവക്കൊരാശ്വാസമാവട്ടെ. വിളിച്ചിട്ട് തന്തക്കും തള്ളക്കും മുത്തിക്കും 10 തലമുറക്കും വിളിക്കുന്നറി. അത് കേട്ട് തനിക്കൊരു തെരി പോലും പറയാൻ പറ്റിയില്ലല്ലോ നോർത്ത് മനന്നൊന്ന് അവളെ ആത്മഹത്യ ചെയ്യണം. എടോ ഡിവാൾഡി, ഒരു 4 ചെത്ത് തെറി പറഞ്ഞേ. ഏയ്, തെറി പറയേണ്ട തെറ്റൊന്നും ശ്യാം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആ കുട്ടി ഒരു അഹങ്കാരിയാ. എടാ, ആ പെണ്ണിനെ വിളിക്കാൻ പറ്റിയ 4 ഫാഷനുള്ള തെറി പറയാനാ നിന്നോട് പറഞ്ഞത്. അതൊന്നും വേണ്ട ശ്യാം. എന്തായാലും ആ പെണ്ണൊരു സ്ത്രീയല്ലേ. നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. പറടാ ഒരു 4 വിളച്ച തെറി. സ്റ്റുപ്പിഡ് ഗേൾ. അയ്യേ, അതൊരു ഏപ്പറത്തിന്റെ പേര് പോലെ ഇരിക്കുന്നു. അതെയോ? യൂസ്ലെസ് അല്ലെങ്കിൽ ഇഡിയറ്റ്. എടോ മണവണാഞ്ച, ഈ LKG സ്റ്റൈൽ സാധനമല്ലേ വേണ്ടത്. ഇതുപോലെ വല്ല സാധനം ഉണ്ടാ? റിങ്ങുണ്ട്. ഹലോ. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു.